മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തോ? ഞായറാഴ്ചകളിൽ കൃത്യമായി ചെയ്യാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നല്ലോ, ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ നമുക്കൊരു ഞായറാഴ്ച ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എഴുതി വച്ചിട്ടുണ്ടല്ലോ അല്ലേ? വീട്ടിൽ പപ്പയെയും മമ്മിയെയും അത് കാണിക്കണം കേട്ടോ. നിങ്ങളുടെ ടീച്ചറിനെയും അതറിയിക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തെല്ലാം ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥനകളിൽ എന്തെല്ലാം പ്രാർത്ഥനകളാണ് ഉൾപ്പെടുത്തുന്നത് എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാവോ? നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ടല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ആയിരുന്നോ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത പ്രാർത്ഥിച്ചിരുന്നത്? നമുക്ക് പഠിക്കണ്ടേ? പഠിക്കുന്നതിന് മുൻപ് ഈശോയോട് അനുഗ്രഹം ചോദിച്ച് പ്രാർത്ഥിച്ചാലോ? എഴുന്നേറ്റ് നിൽക്കാം, കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ ഓരോ നിമിഷവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് നന്നായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് പ്രത്യുത്തരമായി ഞങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയട്ടെ. ജീവിതത്തിൽ ബലിയർപ്പണത്തിൻ്റെ, സങ്കീർത്തനങ്ങളുടെ പ്രാധാന്യം എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. അങ്ങയെ ആരാധിക്കുവാൻ ദേവാലയത്തിൽ വന്നണയുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കേണ്ട വിശ്വാസ സത്യങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ദേവാലയത്തെക്കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? സോളമൻ നിർമ്മിച്ച ദേവാലയത്തിൻ്റെ ആ ഭംഗി കണ്ടിരുന്നോ? വാഗ്ദാന പേടകം കൊണ്ടുപോയി സ്ഥാപിച്ചത് നമ്മൾ കണ്ടിരുന്നു അല്ലേ? സിനഗോഗ് എന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ പഠിച്ചിരുന്നത്? എന്താണ്? ഒന്നിച്ച് കൂടുക. ഇനി ഈ പ്രാർത്ഥനാ വേളയിൽ ഈ ഇസ്രായേൽ ജനം, യഹൂദര് എന്തെല്ലാമാണ് ഉപയോഗിച്ചിരുന്നത് എന്നാ പറയുക. അങ്ങനെ രൂപം കൊണ്ട പ്രാർത്ഥനകളാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള പ്രാർത്ഥനാ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. ഏതെങ്കിലും സങ്കീർത്തനം ഓർമ്മയുണ്ടോ? ഏത്? 91-ാം സങ്കീർത്തനം. നിങ്ങളിൽ ചിലരെങ്കിലും വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയോടൊപ്പം 91-ാം സങ്കീർത്തനം ചൊല്ലാറില്ലേ? എന്താ അത്? അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും എന്ന് തുടങ്ങുന്ന ആ സങ്കീർത്തനം സിസ്റ്ററിന് അറിയാം. സിസ്റ്ററിൻ്റെ ഇടവകയിൽ ഒരു കുടുംബത്തിൽ 2 കുട്ടികളാണ്, മിടുക്കര് പിള്ളേരാ, അലീനയും അയനയും. അവർ പ്രാർത്ഥനയ്ക്കണയുമ്പോൾ കൊന്ത ചൊല്ലി ബൈബിള് വായിച്ചു. അതെല്ലാം കഴിഞ്ഞ് അവസാനിപ്പിക്കും മുമ്പ് അവർ ഈ സങ്കീർത്തനം ഉറക്കെ പറയും. വെറുതെയല്ല, എങ്ങനെയാണെന്നറിയോ? മനപ്പാഠമാക്കിയ അവർ ചൊല്ലുന്നത്. എന്തുകൊണ്ടായിരിക്കും? സങ്കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ അവയിൽ ദൈവം നൽകുന്ന ഒരു സംരക്ഷണത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത് കൊണ്ടാണ്. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും അനുഭവിച്ചറിഞ്ഞ ഇസ്രായേൽ ജനത്തിന് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് രൂപം കൊണ്ടെടുത്ത പ്രാർത്ഥനയുടെ ഗീതങ്ങളായിരുന്നു ഈ സങ്കീർത്തനങ്ങൾ. ആരാണ് സങ്കീർത്തനങ്ങൾ രചിച്ചതെന്നറിയാവോ? അതിൻ്റെ കർത്താവ് ആരാന്നറിയാവോ? പഴയ നിയമത്തിൽ ദാവീദ് രാജാവാണ്. കാരണം എന്താ? ദൈവത്തെ അത്രയധികം ഇഷ്ടമായിരുന്നു ദാവീദ് രാജാവിന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറക്കെ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നൃത്തം ചെയ്യുവാനും അത്രയധികമായി സ്തുതിക്കുവാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നയാളാണ് ദാവീദ് രാജാവ്. അങ്ങനെ ദാവീദ് രാജാവ് എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളെ നാം ആകെ കൂട്ടിവയ്ക്കുമ്പോൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ 150 സങ്കീർത്തനങ്ങളാണുള്ളത്. ഓർത്തു വയ്ക്കണം, 150 സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനങ്ങളെ നമുക്ക്
മൂന്നായിട്ട് തിരിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നോ? ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സങ്കീർത്തനങ്ങളെ 3 ഗണത്തിലായി തിരിക്കാം. ഒന്നാമത്തത് സ്തുതി ഗീതങ്ങൾ. എന്തായിരിക്കും സ്തുതി ഗീതങ്ങൾ? അവർ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർക്ക് ലഭിച്ച നന്മകൾക്ക് അവർ സ്തുതികൾ അർപ്പിക്കുകയാണ്. അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് പ്രഘോഷിക്കുന്ന ആ ഗീതങ്ങളെ സ്തുതികളുടെ സങ്കീർത്തനങ്ങൾ എന്ന് വിശേഷിപ്പിക്കും. രണ്ടാമത്തെ രീതിയിൽ വിലാപഗീതങ്ങൾ. എന്താ വിലാപഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ? ജീവിതത്തിൽ അവർ അനുഭവിച്ചിരുന്ന നൊമ്പരങ്ങൾക്കിടയിൽ അവർ ദൈവത്തോട് ഏറ്റുപറയുന്ന ഗീതങ്ങളെയാണ് വിലാപഗീതങ്ങൾ എന്നിവിടെ പറയുക. മൂന്നാമതോ കൃതജ്ഞതാഗീതങ്ങൾ. എന്താ കൃതജ്ഞതാഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ? നന്ദി അർപ്പിക്കുന്ന ഗീതങ്ങൾ. ദൈവം നൽകിയിട്ടുള്ള നിരവധിയായ നന്മകളെ ഓരോ നിമിഷവും അനുസ്മരിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ആ നിറവിൽ നിന്ന് വരുന്ന നന്ദിയുടെ ഗീതങ്ങളാണ് എന്ത്? സങ്കീർത്തനങ്ങളായി രൂപപ്പെടുക. നോക്കിക്കേ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളവയാണ് സങ്കീർത്തനങ്ങൾ. ആരാണ് സങ്കീർത്തനങ്ങളുടെ കർത്താവ്? ദാവീദാണ്. ആകെ എത്ര സങ്കീർത്തനങ്ങളുണ്ട്? 150 സങ്കീർത്തനങ്ങളുണ്ട്. സങ്കീർത്തനങ്ങളെ ആകെ എത്രയായിട്ട് തിരിക്കാം? 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയായിരുന്നു? സ്തുതികളുടെ സങ്കീർത്തനങ്ങൾ, വിലാപഗീതങ്ങൾ, പിന്നെയോ കൃതജ്ഞതയുടെ ഗീതങ്ങൾ. ഇങ്ങനെ ഈ സങ്കീർത്തനങ്ങളുടെ ലക്ഷ്യമെന്താ? അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളിലൂടെ അവരെന്താണ് പ്രഘോഷിക്കുന്നത്? ദൈവവും ദൈവജനവും തമ്മിലുള്ള ആഴമേറിയ ബന്ധമാണ് ഈ സങ്കീർത്തനങ്ങളിൽ പ്രതിഫലിക്കുക. ആരൊക്കെ തമ്മിലുള്ളത്? ദൈവവും ദൈവജനവും തമ്മിലുള്ള ആഴമേറിയ ബന്ധം, സൗഹൃദം, കൂട്ടായ്മ, ആ സ്നേഹം, അതാണ് സങ്കീർത്തനങ്ങളിലൂടെ ഇസ്രായേൽ ജനം ഉരുവിടുമ്പോൾ പ്രതിഫലിക്കുന്നത്, വെളിപ്പെട്ട് കിട്ടുന്നത്. സങ്കീർത്തനങ്ങൾ മാത്രമായിരുന്നോ ദേവാലയത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാർത്ഥനകളായി വന്നിരുന്നത്? അല്ല. രണ്ടാമതാണ് ബലികൾ എന്ന് പറയുക. എന്താണ് ബലികൾ? വിശുദ്ധ കുർബാന, ബലിയർപ്പണമാണല്ലേ നമുക്ക് സുപരിചിതമായിട്ടുള്ളത്. ഓക്കെ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ആദിമകാലം മുതലേ ബലികൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അബ്രാഹാം ഇസഹാക്കിനെ ബലിയർപ്പിച്ച കാര്യം ഓർക്കുന്നുണ്ട് അല്ലേ? പിന്നെയോ ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുന്ന രംഗം ഓർക്കുന്നില്ലേ? ഉണ്ടല്ലേ? ഇങ്ങനെ അവർ നടന്നു പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിന് ബലിപീഠം പണിത് ബലിയർപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുക? ദൈവത്തിന് ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നതിനും അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതിനും മൂന്നാമത് ഒരു കാര്യവും കൂടിയുണ്ട്. ചെയ്തുപോയ തെറ്റുകൾക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നതിനും വേണ്ടിയാണ് അവർ ബലികൾ അർപ്പിച്ചിരുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ദൈവത്തിന് ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നതിന്, അവിടുന്ന് നൽകിയ നന്മകൾക്ക് നന്ദി അർപ്പിക്കുന്നതിന്, ചെയ്തുപോയ തെറ്റുകൾക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നതിന്. ഇങ്ങനെ ഈ ബലികളെയും നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്നാമത്തത് സമാധാന ബലി, 2 പാപപരിഹാര ബലി, 3 പ്രായശ്ചിത്ത ബലി. ഈ വാക്കുകളിലുണ്ട് അതിൻ്റെ അർത്ഥം അല്ലേ? എന്തായിരിക്കും സമാധാന ബലി? എന്താണ്? സന്തോഷത്തോടു കൂടി ഹൃദയത്തിൻ്റെ ആ തികവിൽ നിന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അർപ്പിക്കുന്ന ബലി അല്ലേ? എന്താ പാപപരിഹാര ബലി? തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾക്ക് പരിഹാരം അല്ലെങ്കിൽ മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള ബലി. എന്താ പ്രായശ്ചിത്ത ബലി എന്ന് പറഞ്ഞാൽ? ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള ബലി. ഇങ്ങനെ ഈ 3 തരത്തിലുള്ള ബലികളാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ അർപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ ബലിയർപ്പണത്തിൽ ആ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന വിശുദ്ധി, അവരുടെ ഒരുക്കം, അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. എന്ത് അർപ്പിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്താണത്?
നമ്മുടെ ഉള്ളിലെ മനോഭാവം എന്ത് എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. എന്തു മനോഭാവത്തോടെ നാം ബലിയർപ്പിക്കുന്നുവോ അതാണ് ആ ബലിയുടെ മഹത്വം. നോക്കിക്കേ, അബ്രാഹാം ഇസഹാക്കിനെ ബലിയർപ്പിച്ച രംഗമില്ലേ? എന്തായിരുന്നു? തൻ്റെ ജീവനു തുല്യം സ്നേഹിച്ച ഏക മകനെ ബലിയർപ്പിക്കുന്ന ഒരു പിതാവിൻ്റെ മനോവേദന. ആ വേദനയേക്കാൾ ഉപരി ദൈവത്തോടുള്ള സ്നേഹത്തെ വലുതായി കണ്ട് സ്വന്തം മകനെ ബലിയർപ്പിക്കുവാൻ മനസ്സാകുമ്പോൾ ആ ബലിയുടെ മഹത്വം എന്താണ് എന്നാണ് നാം തിരിച്ചറിയുക. ഇങ്ങനെ ഓരോ ബലിക്കും അതിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ആത്മീയത പകരുന്നതായി മാറുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അർപ്പിക്കപ്പെട്ടിരുന്ന വിവിധ ബലികളുടെ ചിത്രങ്ങൾ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരട്ടെ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആ ചിത്രങ്ങൾ കടന്നു പോകുമ്പോൾ ഓരോ ബലിയർപ്പണവും നടക്കുന്ന രീതി, ആ ബലിയർപ്പണത്തിൻ്റെ പരിപാവനത, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിച്ചു കാണണേ.
വീഡിയോ കണ്ടോ? അവിടെ എന്തുണ്ട്? കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നതുണ്ട്, ബലിപീഠം പണിത് അതിൽ ബലിയർപ്പിക്കുന്നതുണ്ട്, ഒരു കുഞ്ഞാട്, അതിന് പുറകിൽ ഈശോയുടെ ചിത്രമുണ്ട്. എന്തായിരിക്കും അത്? ആ കുഞ്ഞാട് അവിടെ ആരുടെ പ്രതീകമായിട്ട് വരികയാണ്? ഈശോയുടെ പ്രതിരൂപമായിട്ട് വരികയാണ്. അപ്പോൾ ഈ രക്തം ചിന്തിയുള്ള ബലികൾക്കെല്ലാമുള്ള മഹത്വത്തെ കാണിക്കുന്നതാണ് ഈ ബലിയർപ്പണത്തിലൂടെ. നോക്കിക്കേ, ഓരോ ബലിയർപ്പണവും പകർന്നു നൽകുന്ന ആത്മീയ ചൈതന്യം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും ഇസ്രായേൽ ജനം ബലിപീഠം പണിത് ദൈവത്തിന് ബലിയർപ്പിച്ചുകൊണ്ടിരുന്നത്. മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാബത്ത് ആചരണം. എന്തായിരിക്കും ഈ സാബത്ത് എന്ന് പറഞ്ഞാൽ? അതൊരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം വിശ്രമിക്കുക, വിരാമമിടുക എന്നൊക്കെയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവരെ സംബന്ധിച്ച് സാബത്ത് എന്ന് പറഞ്ഞാൽ ദൈവ ശുശ്രൂഷയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമെന്നാണ്. അന്നത്തെ ദിവസം അവർ വേറെ യാതൊന്നും ചെയ്യുകയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കറിയാം, അന്നവർ ഒന്നും ചെയ്യുന്നതില്ല, അല്ലേ? എന്താ, കഴുതയെയോ കാളയെയോ ഒന്നിനെയും അവർ പുറത്തിറക്കുക പോലുമില്ല. അത്രമേൽ കർക്കശത്തോടെ അവരെന്ത് ചെയ്തിരുന്നു? സാബത്ത് ആചരിച്ചിരുന്നു. ഇവിടെ ദൈവത്തിൻ്റെ 7-ാം ദിവസത്തിലെ വിശ്രമത്തെയാണ് അനുസ്മരിപ്പിക്കുക. ഓർത്തു നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് 6 ദിവസവും ദൈവം എന്ത് ചെയ്തു? സൃഷ്ടികർമ്മം ചെയ്തു. 7-ാമത്തെ ദിവസം എന്ത് ചെയ്തു നമ്മൾ വായിക്കുന്നത്? ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നുണ്ടല്ലേ? ഇവിടെ ഈ 7-ാം ദിവസത്തെ ദൈവത്തിൻ്റെ ആ വിശ്രമത്തെയാണ് ഈ ഇസ്രായേൽ ജനം സാബത്താചരണത്തിലൂടെ അനുസ്മരിക്കുക. കർത്താവിൻ്റെ ദിവസമായി മാറ്റിവെച്ചുകൊണ്ട് അവരവിടെ ആചരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ഏത് ദിവസമായിരുന്നു സാബത്ത്? ഓർക്കുന്നുണ്ടോ? ജസ്റ്റ് പറഞ്ഞിരുന്നല്ലോ. ഏത് ദിവസമാണ്? ശനിയാഴ്ച അല്ലേ? ഇനി മൂന്നാമത് ജൂബിലി ആഘോഷം. എന്താ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമൊക്കെ? വീട്ടിൽ വല്യപ്പന്മാരുടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജൂബിലി ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇനി സിസ്റ്റാൻറ്റിമാരൊക്കെ ഉണ്ടെങ്കിലോ 25 വർഷമായാൽ, സിസ്റ്റായിട്ട് 25 വർഷമായാൽ ജൂബിലി ആഘോഷമാണ്. പിന്നെയോ അച്ഛന്മാർ ആരെങ്കിലും നിങ്ങളുടെ പപ്പയുടെ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിലോ 25 വർഷമായാൽ ജൂബിലിയാ. ജൂബിലി എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ് അല്ലേ? നമ്മളെ സംബന്ധിച്ച് എന്തേ ഉള്ളൂ? എന്താണ്? തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നന്മകളെയെല്ലാം അനുസ്മരിച്ചുകൊണ്ട് നമ്മളൊരു ആഘോഷം നടത്തുന്നു എന്നേ കുഞ്ഞു മനസ്സിൽ നിങ്ങൾക്കറിയൂ. പക്ഷേ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ജൂബിലിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്താണ് ആ പ്രാധാന്യം എന്നറിയണ്ടേ? 6 വർഷത്തെ അധ്വാനത്തിന് ശേഷം 7-ാമത്തെ വർഷം സാബത്ത് വർഷമായി ആചരിക്കണം. നോക്കണേ, 6 ദിവസത്തെ അല്ല, 6 വർഷത്തെ അധ്വാനത്തിന് ശേഷം 7-ാമത്തെ വർഷം എന്തായിട്ട് ആചരിക്കുന്നു? സാബത്ത് വർഷം. ഒരു വർഷം മുഴുവൻ സാബത്ത് വർഷമായി. 7 സാബത്ത് വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന വർഷം, അതാണ് ജൂബിലി വർഷം. 7 സാബത്ത് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയായി നോക്കിക്കേ? 49 വർഷമായി അല്ലേ? അങ്ങനെ വന്നു കഴിയുമ്പോൾ 50-ാമത്തെ വർഷം അവരെന്തായിട്ട് ആഘോഷിച്ചു? ജൂബിലി വർഷമായി ആഘോഷിച്ചു. ഇങ്ങനെ കടന്നു വരുമ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴോ അവിടെയാണ് നമ്മുടെ സഭയിലെ ദേവാലയങ്ങളും ആചരണങ്ങളും നാം മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നാം ഇതിനെ കാണുമ്പോൾ പുതിയ ദൈവജനമായ നമ്മുടെ ആരാധനാ സ്ഥലമാണെന്ത്? ദൈവാലയം. 2, നമ്മൾ സാബത്തായി ആചരിക്കുന്ന ദിവസമാണെന്ന് ഞായറാഴ്ച. അതിന് പ്രത്യേക കാരണമുണ്ട്. ദൈവത്തിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂടുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവജനമെന്ന് പറയുക. അതുകൊണ്ടാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും ഞായറാഴ്ചകളിൽ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ബലിക്കായി അണയുക. സഭയുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കുകൊള്ളുവാൻ, ഈശോയുടെ കൽപ്പന അനുസരിക്കുവാൻ നമ്മൾ അങ്ങനെ പ്രാപ്തരാകും. ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. എന്താണെന്നോ,
ഈ ഞായറാഴ്ച ദിവസം നമ്മൾ സാബത്തായി ആചരിക്കാനുള്ളതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയണ്ടേ? ഒന്നേ ഉള്ളൂ. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ ഉദ്ധാനം ചെയ്തതിൻ്റെ അനുസ്മരണമാണ് ഞായറാഴ്ച നമ്മൾ കൊണ്ടാടുക. പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉദ്ധിതനായ ഈശോ ശൂന്യമായൊരു കല്ലറ, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതൊരു ഞായറാഴ്ചയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ സാബത്ത് ദിവസം ഞായറാഴ്ചയായി മാറുക. ആ ചെറിയൊരു വീഡിയോ കണ്ടു നോക്കിയാലോ? അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിറവേറ്റപ്പെടേണ്ടതിന് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ശൂന്യമായ കല്ലറയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന മറിയവും അപ്പസ്തോലന്മാരും ഉത്ഥാന സത്യത്തിൻ്റെ സാക്ഷികളാണ്. ഉത്ഥാനത്തിൻ്റെ അനിഷേധ്യ തെളിവായി ഉദ്ധിതൻ ആത്മശരീരങ്ങളോടെ ശിഷ്യരെ തേടിയെത്തി. അവൻ്റെ മുറിപ്പാടുകൾ കണ്ടവർ നിറകണ്ണുകളോടെ അവനിൽ വിശ്വസിച്ചു. അവരുടെ വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി. ഇഷ്ടപ്പെട്ടോ? ഇപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പ്രാർത്ഥനകളും ബലിയർപ്പണവും എന്ന പാഠത്തിലൂടെ പ്രാർത്ഥനയ്ക്കും ബലിയർപ്പണത്തിനുമുള്ള സ്ഥലങ്ങളെ നമ്മൾ കണ്ടിരുന്നു. ദൈവാലയവും സിനഗോഗും. എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കുന്നു? സങ്കീർത്തനങ്ങൾ, പിന്നെയോ ബലികൾ, സാബത്താചരണം, ജൂബിലി, ഇതെല്ലാം ഇസ്രായേൽ ജനം അനുഷ്ഠിച്ചു വന്നിരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ സഭയിൽ സാബത്താചരിക്കുന്നത് എന്നാണ്? ഞായറാഴ്ച. അതിനുള്ള അടിസ്ഥാന കാരണം എന്താണ്? ഈശോയുടെ ഉയിർപ്പ്. പ്രത്യേകം ഓർത്തു വയ്ക്കണം കേട്ടോ. ഈ പാഠം ഇവിടെ അവസാനിക്കുമ്പോൾ സിസ്റ്റർ ചോദിക്കട്ടെ, ബലിയർപ്പണങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ടായിരുന്നു? ഏതൊക്കെയാണ്? പാപപരിഹാര ബലി, സമാധാന ബലി, പ്രായശ്ചിത്ത ബലി. സങ്കീർത്തനങ്ങളെ എത്രയായി തിരിക്കാം? ഏതെല്ലാം? 3ആയി തിരിക്കാം. ഏതെല്ലാമാണ്? സ്തുതികളുടെ ഗീതങ്ങൾ, വിലാപഗീതങ്ങൾ, പിന്നെയോ കൃതജ്ഞതയുടെ ഗീതങ്ങൾ. ഇന്നത്തെ സഭയിൽ സാബത്ത് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഞായറാഴ്ച. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ കുറിച്ച് വയ്ക്കണം കേട്ടോ. കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ പറഞ്ഞതുപോലെ ഒരു ഞായറാഴ്ച എനിക്കെന്തെല്ലാം പുതുതായി ചെയ്യാൻ സാധിക്കും, ഈശോയ്ക്കായി നന്മയായി ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഈ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കാൻ മറക്കരുത്. ഈ ആഴ്ചയിൽ നാം വായിച്ചു പഠിക്കേണ്ട വചനഭാഗം സാബത്താചരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ഹൃദയസ്ഥമാക്കേണ്ട വചനം ഏതാണ്? സങ്കീർത്തനങ്ങൾ 84:4. ഏതായിരുന്നു? കർത്താവിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ. കർത്താവിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാർ. വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാൻ അവസരം ലഭിക്കുമ്പോഴെല്ലാം വലിയ സ്നേഹത്തോടെ ആഗ്രഹത്തോടുകൂടി വിശുദ്ധ ബലിയിൽ പങ്കുചേരുമെന്ന് നമുക്ക് തീരുമാനിക്കാം. ജീവിതത്തിലെ ഓരോ നിമിഷവും ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ എന്നെക്കൊണ്ടാവും വിധം ഞാൻ ശ്രമിക്കുമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ ക്ലാസ്സിൽ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ? എഴുന്നേറ്റ് നിൽക്കാം, കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ച ഈശോയെ,
അങ്ങ് ഞങ്ങൾക്കായി അർപ്പിച്ച ആ വലിയ ബലിയുടെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ ഉയിർപ്പ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞായറാഴ്ചകളിൽ അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ ആ വലിയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. നിരന്തരം ഞങ്ങളെ നയിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞു ഹൃദയങ്ങൾ എപ്പോഴും അങ്ങേക്ക് ഇഷ്ടമുള്ളതായി തീരുവാൻ പ്രാപ്തമാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിൻ പിൻപേ പോകാം. കുഞ്ഞിക്കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിൻ പിൻപേ പോകാം. പേടിയൊട്ടും വേണ്ട, കൂടെ യേശുവുണ്ട്. പേടിയൊട്ടും വേണ്ട, കൂടെ യേശുവുണ്ട്. തിത്തേ തിത്തേ പാടി പാടി യേശുവിൻ പിൻപേ പോകാം. തിത്തേ തിത്തേ പാടി പാടി യേശുവിൻ പിൻപേ പോകാം.